1946 ഓഗസ്റ്റ് മാസം 16 കൊൽക്കത്തയിലാണ് രാഷ്ട്രവിഭജനത്തിന്റെ ഭീകരത ശരിക്കും ആരംഭിച്ചത്. ബംഗാളിന്റെ ഗ്രാമാന്തരങ്ങളിലേക്കും ബീഹാറിലേക്കും പഞ്ചാബിലേക്കും ഒക്കെയും അത് പടരുകയായിരുന്നു. മുഹമ്മദ് അലി ജിന്ന നയിച്ച മുസ്ലിം ലീഗ് പാകിസ്ഥാന് വേണ്ടി കലാപം ആരംഭിച്ചത് ആ ദിവസമാണ്. അതല്ലാതെ ഈ ഉത്തരവിൽ പറയുന്നത് പോലെ 1947 ഓഗസ്റ്റ് മാസം 14 ആ കലാപം തുടങ്ങിയ കാലം മുതൽ തന്നെ ഗാന്ധിജി ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയായിരുന്നു. അത് ജിന്ന മാത്രം നടത്തിയ ഒരു സമരവുമായിരുന്നില്ല. ബംഗാളിൽ മുസ്ലിങ്ങൾ തീയിട്ടപ്പോൾ ബീഹാറിൽ ഹിന്ദുക്കളാണ് ആയുധമേന്തിയത്. ബംഗാളിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെയും വീടുകൾ, ബീഹാറിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെയും വീടുകൾ ഗാന്ധിജി മാറി മാറി സന്ദർശിച്ചു. 7 ആഴ്ചക്കിടയിൽ 116 മൈൽ ഗാന്ധിജി കാൽനടയായി പോയി എന്നാണ് രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം പറയുന്നത്. 1946 നവംബർ മാസമായപ്പോഴേക്കും തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5000 കവിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ മഹത്വം കുറച്ചു കാണിക്കാനായി ഓഗസ്റ്റ് 14 വിഭജന ദിനം ആചരിക്കുന്നവർ അറിയേണ്ടതാണ് ഈ ചരിത്രം. വിഭജനത്തിലെ നരഹത്യ മുഴുവൻ ആ ഒറ്റ രാത്രിയിൽ സംഭവിച്ചതാണെന്ന് ചുരുക്കി വിശ്വസിപ്പിക്കാനുള്ള കുതന്ത്രം പിന്നീടുള്ള പല വർഷങ്ങളിലും ഈ രാജ്യം കണ്ടതാണ്. അത് ഔദ്യോഗിക വേഷമണിഞ്ഞെത്തുന്നത് ഇപ്പോഴാണെന്ന് മാത്രം.